ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് വലിയൊരു പരിപാടിയാ. ഇന്ന് നമുക്ക് പേത്തർത്തെ അല്ലേ, ക്രിസ്ത്യൻസിനൊക്കെ നാളെ മുതൽ നോയമ്പ് തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ആഘോഷം പോലെയാണ് കേട്ടോ. പണ്ട് കാലത്തുള്ള ഒരു ചടങ്ങാണ്. കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളെയൊക്കെ, പുതിയ പെൺകുട്ടികളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ലിവർ പച്ചക്കുരുമുളക് ഇട്ട ഫ്രൈ ആണ്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ വീഡിയോ ഇട്ടത് കൊണ്ട് കാണിക്കുന്നില്ല. അപ്പൊ ഇതും ഞാൻ വീഡിയോ ഇട്ടതാണെന്നാണ് എന്റെ ഓർമ്മ. എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ലിവർ ഒന്ന് വേവിച്ചു വെച്ചു കേട്ടോ. ആദ്യത്തെ ആ കഴുകിയെടുത്ത ഷോട്ട് മറന്നുപോയിട്. അപ്പൊ അതുകൊണ്ട് ലിവറിനകത്ത് ഇതാ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതാ ഒന്ന് വേവിച്ചാണ്. അധികം വിസിലടിച്ച് നശിപ്പിച്ച് കളയരുത്. 2 വിസിലടിച്ചാൽ മതി. പിന്നെ അതിനകത്ത് ആ വെള്ളത്തിൽ നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ ചീനിച്ചട്ടി കിടന്ന് ആയിക്കോളുവേ. അങ്ങനെ വേവിച്ചു വെച്ച ലിവറാണിത് കേട്ടോ. നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുമ്പിന്റെ ചീനിച്ചട്ടി വെച്ചു സ്റ്റൗ ഒക്കെ അങ്ങ് ഓൺ ചെയ്യാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളിയാണ് കേട്ടോ. ഇതൊരു 400 ഗ്രാം ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തൊണ്ട് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പകുതി ചെറിയുള്ളിയും പകുതി സവോളയും കൂടെ ചേർത്തോ. ചെറിയുള്ളിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ലിവറിനകത്ത് നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഇതിന് കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. കുറച്ച് ഉപ്പിട്ടു. പിന്നെ നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ പച്ച കുരുമുളകാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6 തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. 6 തിരി മുഴുത്ത തിരിയായിരുന്നേ. മണി അടത്തിയിട്ട് ചതച്ചു വെച്ചു. 4 പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് വേണ്ടി. കറിവേപ്പില ചതച്ചു വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. വേറെ ഒരു മസാലയും വേണ്ട കേട്ടോ. നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചെറിയുള്ളി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട്, ഇനി നമുക്ക് നമ്മുടെ പച്ച കുരുമുളക് കണ്ടോ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുക. നല്ല മൂത്ത മുളകാണ്, അപ്പം അതിനനുസരിച്ച് ഞാൻ ഇച്ചിരി എരിവ് ഇവിടെ വേണം, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തത്. ഒരു 3 പച്ചമുളക് ചതച്ചത്, കറിവേപ്പില ചതച്ച് വെച്ചിരിക്കുക കേട്ടോ, അതും കൂടെ ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ഒന്ന് ആയി വന്നപ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. വേറെ ഒരു മസാലകളും നമ്മൾ ചേർക്കരുത് കേട്ടോ. ആ ലിവറിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ലിവർ ഒന്ന് തട്ടിക്കൊടുക്കാം. ആദ്യം ആ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ലിവറും എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു. ഇനി ഇതിനകത്ത് കിടന്നങ്ങോട്ട് സെറ്റായി കറുത്ത് നല്ല ഫ്രൈ ആയി അങ്ങോട്ട് വരട്ടെ. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ. എന്തായാലും ഇപ്പൊ കുരുമുളക് പറിക്കുന്ന സമയമാണ്. അപ്പൊ കുറച്ച് പച്ച കുരുമുളക് നമ്മുടെ പറമ്പിൽ ഇല്ലെങ്കിൽ അടുത്തൊക്കെ ഉണ്ടാവും. ഇച്ചിരി പറിച്ച് ഇതുപോലെ ഒന്ന് ലിവർ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഇച്ചിരി കുറച്ചൊരു നല്ല എരിവൊക്കെ വേണം. അതുപോലെ തന്നെ നല്ല പോലെ ഫ്രൈ ആയിട്ട് ഈ മസാലയൊക്കെ ഈ ലിവറിൽ അങ്ങോട്ട് പൊതിഞ്ഞ് പിടിക്കണം. എന്നിട്ട് വേണം നമുക്കിത് എടുക്കാൻ. നല്ല ടേസ്റ്റ്. പിന്നെ മക്കൾക്ക് കൊടുക്കുമ്പോൾ മാത്രം കുരുമുളക് ഇച്ചിരി കുറച്ച്, മക്കളുള്ള വീട്ടിലൊക്കെ ചെയ്തോ കേട്ടോ. ബാക്കി ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, ഉപ്പ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇത് ലിവർ നിങ്ങൾ ഒരുപാട് വേവിച്ച് ഇതാക്കരുത്. അതിന്റെ ഒരു പരുവം അറിയാലോ, ആ പരുവത്തിൽ അങ്ങോട്ട് ഇതാക്കി എടുക്കുക. നല്ല ടേസ്റ്റില്. ഇത് ബീഫിന്റെ ലിവറാണ് കേട്ടോ, മട്ടൺ അല്ല, ഇത് ബീഫാ. ഇന്നുകൊണ്ട് നമ്മൾ 50 ദിവസം ഇനിയിപ്പം ഇതൊന്നും കഴിക്കുമല്ലോ. അപ്പൊ പേത്തർത്ത നമ്മൾ ആഘോഷിക്കുക. കണ്ടോ, ലിവറൊക്കെ ഇങ്ങനെ പച്ച കുരുമുളകിനകത്ത് ഇങ്ങനെ കിടന്ന് വരണ്ട് വരുന്ന കണ്ടോ. മസാലയൊക്കെ അതേലങ്ങ് പിടിച്ചു. കണ്ടോ, നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇച്ചിരി മല്ലിച്ചപ്പ് അല്ലെങ്കിൽ പച്ച കറിവേപ്പില ഇഷ്ടമെങ്കിൽ അതിട്ടോ. ഞാനിപ്പം ഇച്ചിരി മല്ലിച്ചപ്പ് ഇട്ടത്, രണ്ടും ഇടാം. അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ നല്ല പോലെ വരണ്ട് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ പതിയെ ഓഫ് ചെയ്യാവേ. കളർ തന്നെ ഉണ്ടോ, കറുത്ത് വരുന്നുണ്ടോ. ചെറിയുള്ളിയും നമ്മൾ ചേർത്ത മസാലകളെല്ലാം ഇതുമായിട്ട് അങ്ങോട്ട് സെറ്റായി. ഇനി ഇങ്ങനെ ഇരിക്കും തോറും ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ. കുറച്ച് ഡെക്കറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഓരോന്നിങ്ങനെ പെറുക്കി പെറുക്കി തിന്നാം, കടല തിന്നും പോലെ. എന്താ പറയുക, ആ പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. സൂപ്പറാ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ബീഫിൻ്റെ ഇഷ്ടമില്ലാത്തവർ മട്ടൻ്റെ എടുത്തോ, നല്ലതല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതും പറയാം അല്ലേ. വേറെ വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ അതും പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ അതുപോലെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.